തേർഡ് സൈലോ തിയറം. ഈ തിയറം പറയുന്നത് G എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ്. P ഡിവൈഡ്സ് ഓർഡർ ഓഫ് G യുമാണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് സൈലോ P subgroup ഈസ് കോൺഗ്രുവന്റ് ടു 1 mod P ആയിരിക്കും. നമ്പർ ഓഫ് സൈലോ P subgroup ഈസ് കോൺഗ്രുവന്റ് ടു 1 mod P ആയിരിക്കും. മാത്രമല്ല നമ്പർ ഓഫ് സൈലോ P subgroup ഡിവൈഡ്സ് ഓർഡർ ഓഫ് G യുമായിരിക്കും. ഈ തിയറി ശ്രദ്ധിക്കണം. G എന്നുള്ള ഒരു ഗ്രൂപ്പ് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ്. P ഡിവൈഡ്സ് ഓർഡർ ഓഫ് G ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് അതിൽ സൈലോ P സബ്ഗ്രൂപ്പ് എത്ര ഉണ്ടോ ആ നമ്പർ ഓഫ് സൈലോ P സബ്ഗ്രൂപ്പ് കോൺഗ്രുവന്റ് ടു 1 mod P ആയിരിക്കും. നമ്പർ ഓഫ് സൈലോ P സബ്ഗ്രൂപ്പ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് G യുമായിരിക്കും. ഓക്കെ, നമുക്കതിനെ ചുരുക്കി ഇങ്ങനെ കാണിക്കാം. നമ്പർ ഓഫ് സൈലോ P സബ്ഗ്രൂപ്പ് നീട്ടി എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതാം. നമ്പർ ഓഫ് സൈലോ P subgroup NP എന്ന് എഴുതാം. NP കോൺഗ്രുവന്റ് ടു 1 mod P ആയിരിക്കും. അതേപോലെ NP ഡിവൈഡ്സ് ഓർഡർ ഓഫ് G യുമായിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് തുടങ്ങാൻ പോവണേ. ലെറ്റ് P be a സൈലോ P subgroup, capital P small p. Let P be a സൈലോ P subgroup. അപ്പോ G എന്നുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഈ G എന്നുള്ള ഗ്രൂപ്പിലെ ഒരു സൈലോ P സബ്ഗ്രൂപ്പ് ആണ് ഇത്. അതിന് നമുക്ക് P എന്ന് പേര് വിളിക്കാം. This is P. വേറെയും സൈലോ P സബ്ഗ്രൂപ്പുകളുണ്ട്. അതാ ഇവിടെ ഇങ്ങനെ സൈലോ P സബ്ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങനെ സൈലോ P സബ്ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങനെ സൈലോ P സബ്ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, കുറെ സൈലോ P സബ്ഗ്രൂപ്പ് ഉണ്ട്. അതിലെ ഒരു സൈലോ P സബ്ഗ്രൂപ്പിനെ P എന്ന് വിളിച്ചു. ഏത് സൈലോ P സബ്ഗ്രൂപ്പ്? ഈ സൈലോ P സബ്ഗ്രൂപ്പ്. സോറി, ഞാൻ വരക്കണ്ടായിരുന്നു. ഈ സൈലോ P സബ്ഗ്രൂപ്പിനെ P എന്ന് വിളിച്ചു. വേറെയും ഇതിൽ കുറെ സൈലോ P സബ്ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ആ എല്ലാ സൈലോ P സബ്ഗ്രൂപ്പിനും കൂടിയും ചേർത്ത് L എന്ന് പേര് വിളിച്ചു. ലെറ്റ് L is equal to set of all സൈലോ P subgroup. സൈലോ P subgroup അഥവാ ഇതിനെയും എല്ലാം കൂടി ചേർത്ത് ഒരു സെറ്റ് ആക്കിയിട്ട് L എന്ന് വിളിച്ചു. അതിൽ ഇത് മാത്രം P ആയിട്ട് അവിടെ വെച്ചു. ഓക്കെ, ഇതിലെ Pക്ക് വല്ല പ്രസക്തി ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. വെറുതെ ഒരു P നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തു, ഒരു P ആർബിട്രറി അസ്യൂം എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എല്ലാത്തിനും ചേർത്ത് L എന്ന് വിളിച്ചു. ബാക്കി എല്ലാതും അല്ല, അതും കൂടി ചേർത്ത് ബാക്കി എല്ലാം കൂടി ചേർത്ത് L എന്നും പേര് വിളിച്ചു. ഈ Pക്ക് ഒരു പ്രസക്തിയില്ല, ഒരു സൈലോ P സബ്ഗ്രൂപ്പ് മാത്രം. അതിനുശേഷം ഒരു ഗ്രൂപ്പ് ആക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഗ്രൂപ്പ് ആക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റാർ ഫ്രം P ക്രോസ് L ൽ നിന്ന് L ലേക്ക്. L എന്നുള്ളത് ഒരു സൈലോ P സബ്ഗ്രൂപ്പ് ആണ്, ഒരു ഗ്രൂപ്പ് ആണ്. L എന്നുള്ള സെറ്റ് ആണ്, എല്ലാ സൈലോ P സബ്ഗ്രൂപ്പിനും ചേർത്തുള്ള ഗ്രൂപ്പ് സെറ്റ്. സ്റ്റാർ ഫ്രം P ക്രോസ് L എന്ന് L ക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഡിഫൈൻഡ് ബൈ P യിൽ നിന്ന് ഒരു എലമെന്റ് x സ്റ്റാർ T ഈക്വൽ ടു x ഇൻറ്റു T ഇൻറ്റു x ഇൻവേഴ്സ്. അപ്പൊ ഈ x ഇൻറ്റു T ഇൻറ്റു x ഇൻവേഴ്സ് Lത്തെ മെമ്പർ ആണോ? Lത്തെ മെമ്പർ ആയാൽ പറ്റൂ. കാരണം T എന്നുള്ള എടുത്ത് എവിടുന്ന L എന്നാണ്. L എന്ന് പറഞ്ഞ സൈലോ P സബ്ഗ്രൂപ്പ് ആണ്. അപ്പൊ T ഒരു സൈലോ P സബ്ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് സൈലോ P സബ്ഗ്രൂപ്പ് ആണ്. തൊട്ട് മുമ്പ് പഠിച്ചു വെച്ചിട്ടുണ്ട്. Therefore x star T x equal to x ഇൻവേഴ്സ് P ക്രോസ് L ൽ നിന്ന് L ലേക്കുള്ള ആ ഫംഗ്ഷന്റെ മാപ്പിംഗ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഒബ്വിയസ്ലി അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ L ഈസ് എ P സെറ്റ് ആയിരിക്കും. ഒബ്വിയസ്ലി വേണമെങ്കിൽ പ്രൂവ് ചെയ്തോളൂ. ക്ലിയർലി L ഈസ് എ P സെറ്റ് ആണ്. ഓക്കെ, നമുക്ക് മുമ്പ് ഒരു തിയറം പഠിച്ചു. അവസാനം കിട്ടിയത് L ഈസ് എ P സെറ്റിന് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം മോഡ് G ഈക്വൽ ടു P റൈസ് ടു, അത് ഈ G അല്ല കേട്ടോ, ഇത് വെറുതെ ഒരു G എടുത്താണ്. G is equal to P raised to n ഫോർമാറ്റ് ആണെങ്കിൽ, അഥവാ മോഡ് G ഒരു പ്രൈമിന്റെ പവർ ഫോർമാറ്റ് ആണെങ്കിൽ മോഡ് X കോൺഗ്രുവന്റ് ടു മോഡ് XG മോഡ് P ആണെന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കൂ,
അങ്ങനെയെങ്കിൽ നമുക്കറിയാം മോഡ് എൽ കോൺഗ്രുവന്റ് ടു മോഡ് എൽ പി. പി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ് എൽ പി മോഡ് പി. ഈ പി സ്മോൾ ലെറ്റർ പി ആണ്, ഈ പി ക്യാപിറ്റൽ പി ആണ്. അങ്ങനെ പറഞ്ഞൂടെ? ഈ തിയറായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഒന്നുകൂടി പറയാം. ഈ തിയറം പറയുന്നത് മോഡ് ജി എന്നാൽ പി റൈസ് ടു എൻ. എക്സ് ഒരു ജി സെറ്റ്, എക്സ് ഒരു ജി സെറ്റ്. അങ്ങനെയെങ്കിൽ മോഡ് എക്സ് കോൺഗ്രുവന്റ് ടു മോഡ് എക്സ് ജി മോഡ് പി ആയിരിക്കും. ഈ ജിന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് പി ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നോക്കൂ, ഇതാ എക്സ് ഈസ് എ ജി സെറ്റ് എന്ന് പറയുന്നത് പോലെ എൽ ഈസ് എ പി സെറ്റ്. ഈ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ജിന്റെ ഓർഡർ പി റൈസ് ടു എൻ ആവണം. കാരണം പി എന്നുള്ളത് ഒരു സൈലോപി സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ പിന്റെ ഓർഡർ പി റൈസ് ടു എൻ ഫോർമാറ്റ് ആയിരിക്കും. കാരണം ജിന്റെ ഓർഡർ എം ഇൻറ്റു പി റൈസ് ടു എൻ ആണെങ്കിൽ അതിലുള്ള പി സൈലോപി സബ് ഗ്രൂപ്പിന്റെ ഓർഡർ പി റൈസ് ടു എൻ ആയിരിക്കും. Therefore, ആ തിയറത്തിലുള്ള എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തു. Therefore, മോഡ് എൽ കോൺഗ്രുവന്റ് ടു മോഡ് എൽ പി മോഡ് പി എന്ന് എഴുതാം. ഈ പി ക്യാപിറ്റൽ ആണ്, ഈ പി സ്മോൾ ആണ്. ശ്രദ്ധിക്കണം. ഇവിടെ മോഡ് എൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് എൽ? എൽ എന്ന് പറഞ്ഞാൽ നോക്കൂ, സെറ്റ് ഓഫ് ഓൾ സൈലോപി സബ് ഗ്രൂപ്പ്, നമ്പർ ഓഫ് സൈലോപി സബ് ഗ്രൂപ്പ്, അഥവാ എൻ പി എന്ന് എഴുതാം. എൻ പി നമ്പർ ഓഫ് സൈലോപി സബ് ഗ്രൂപ്പ് ഈസ് കോൺഗ്രുവന്റ് ടു മോഡ് എൽ പി മോഡ് പി എന്നായി. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്? പ്രൂവ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എൻ പി കോൺഗ്രുവന്റ് ടു 1 മോഡ് പി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എൻ പി കോൺഗ്രുവന്റ് ടു 1 മോഡ് പി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ കിട്ടിയത് എന്താ അറിയോ? ഇപ്പൊ കിട്ടിയത് എൻ പി കോൺഗ്രുവന്റ് ടു 1 മോഡ് പി എന്നല്ല, എൻ പി കോൺഗ്രുവന്റ് ടു മോഡ് എൽ പി മോഡ് പി എന്നാണ് കിട്ടിയത്. ഇനി ഇത് 1 ആണെന്ന് പ്രൂവ് ചെയ്താൽ പരിപാടി കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ അതാണ് ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ലെറ്റ് പി ബിലോങ്സ് ടു എൽ പി ആക്കി എടുത്തു. ലെറ്റ് പി ബിലോങ്സ് ടു എൽ പി. അങ്ങനെ പി ബിലോങ്സ് ടു എൽ പി എടുത്താൽ പി ബിലോങ്സ് ടു എൽ പി എടുക്കല്ല, പി എന്നുള്ള ആള് എൽ പി മെമ്പർ ആണ് നമുക്കറിയാലോ. കാരണം എൽ പി ഈ പ്രൂഫ് ഇപ്പൊ തന്നെ പറയണ്ട, ഇന്ന് മായ്ച്ചു കളയുന്നുണ്ടേ. നോക്കൂ, ലെറ്റ് ടി ബിലോങ്സ് ടു എൽ പി എന്ന് എടുത്തു. ലെറ്റ് ടി ബിലോങ്സ് ടു എൽ പി. എൽ പി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാണ്ടാവും. ടി ബിലോങ്സ് എന്താണ്? എക്സ് ജി. എക്സ് ജി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് ജി സ്റ്റാർ എക്സ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ ജി ബിലോങ്സ് ടു ജി. ഇതാണ് എക്സ് ജി. അപ്പൊ എന്തായിരിക്കും എൽ പി? എൽ പി is equal to set of all t belongs to L such that ഇവിടെ x belongs to x എന്ന് പറഞ്ഞു, ഇവിടെ ക്യാപിറ്റൽ T എടുത്തു. t belongs to L such that ഇവിടെ x ആയിട്ട് എടുത്തത് അങ്ങനെയാണെങ്കിൽ g star t equal to t ആവണം for all g belongs to p. ശരിയല്ലേ? for all g belongs to p. ഇവിടെ x ആയിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ g എടുത്തത് ഇവിടെ x ആയിട്ട് എടുത്തിരിക്കുന്നത് ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇത് മായ്ച്ചു കളഞ്ഞ് ഇത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഒന്നുകൂടി ബോധ്യമാവുള്ളൂ. set of all LP such that t belongs to L such that g star t equal to t for all g belongs g ക്ക് പകരം x കൊടുക്കുക കേട്ടോ. ഇതുവരെ നമ്മൾ x ആണ് കൊടുത്തിരിക്കുന്നത്. അത് x ആക്കി പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. LP എന്ന് പറഞ്ഞ set of all t belongs to L such that x star t equal to t ആവണം for all x belongs to p. അപ്പോൾ let t belongs to L എടുത്തു. t belongs to L എടുത്താൽ t Lത്തെ മെമ്പർ t belongs to LP എടുത്തു. അപ്പോൾ t എന്നുള്ള ആള് LP യിലെ മെമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്താ? therefore x star t എന്താവണം? t ആവണം for all x belongs to p. ശരിയല്ലേ? therefore x star t equal to x എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? x into t into x inverse equal to t ആവണം for all x belongs to p. കാരണം x star t നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയായിരുന്നു. നോക്കൂ, x star t equal to xt x inverse ആയി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. therefore x
t x inverse equal to t for all x belongs to p എന്ന് കിട്ടി. അങ്ങനെ xt x inverse equal to t ആയാൽ x എന്നുള്ള ആള് t നെ നോർമലൈസ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ശരിയല്ലേ? x എന്നുള്ള ആള് t നെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. therefore x എവിടുത്തെ മെമ്പർ ആവണം? x belongs to n of t യിലെ മെമ്പർ ആവണം. ശരിയല്ലേ? എന്താ n of t നിങ്ങൾക്ക് അറിയാണ്ടാവും, ഡെഫിനിഷൻ പോയി നോക്കിയാൽ മതി. xt x inverse equal to t ആയാൽ അതിന്റെ മീനിങ് ഈ x എന്നുള്ള മെമ്പർ t നെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. therefore x belongs to n of t. x എവിടുത്തെ ആളാ? അപ്പൊ for all x belongs to p, ഏത് x p എന്ന് എടുത്താലും x belongs to n of t ആണ്. therefore p less than or equal to p is a subgroup of n of t എന്ന് കിട്ടി. p is a subgroup of n of t എന്ന് കിട്ടി. also നമുക്കറിയാം p is a subgroup of n of t ആണ്. അതേപോലെ t is also subgroup of n of t ആണ്. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് n of t പഠിച്ച സമയത്ത് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. p is a subgroup of n of t ആണ്. അത് ഇവിടുന്ന് കിട്ടി. also we know that t is also a subgroup of n of t എന്നും കിട്ടി. ശരിയല്ലേ? അപ്പൊ ഇനി വേറെ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ തരുന്ന PDF ൽ ഇത് രണ്ടും മാറിപ്പോയിട്ടുണ്ട്. ഇതാണ് ഓർഡർ കേട്ടോ. പിന്നെ ഞാൻ തന്ന യൂട്യൂബിലുള്ള ഓർഡർ ആണ് ഓർഡർ. അവിടെ ഈ വാചകം ആദ്യം എഴുതിയിട്ടുണ്ട്, പിന്നെ ഈ വാചകം എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. അപ്പോ p less than or equal to n of t, അതേപോലെ t less than or equal to n of t. ഈ p എന്ന് പറഞ്ഞാൽ ഒരു സൈലോ p സബ്ഗ്രൂപ്പ് അല്ലേ? അതേപോലെ t ആരായിരുന്നു? t എന്ന് പറഞ്ഞാൽ t belongs to LP ആയിരുന്നു. t belongs to LP ആണെങ്കിൽ t ആദ്യം ആരാവണം? belongs to L ആവണം. t belongs to LP ആണെങ്കിലും t belongs to L ആവണം. അഥവാ t യും ആരെന്നെയാണ്? ഒരു സൈലോപ്പി സബ്ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ p യും ഒരു സൈലോപ്പി സബ്ഗ്രൂപ്പ് ആണ്, t യും ഒരു സൈലോപ്പി സബ്ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്കറിയാം p യും t യും എന്തായാ പറ്റൂ? കോൺജുഗേറ്റ് ആയാ പറ്റൂ. ശരിയല്ലേ? ശ്രദ്ധിക്കണം, p ഒരു സൈലോപ്പി സബ്ഗ്രൂപ്പ് ആണ്, t ഒരു സൈലോപ്പി സബ്ഗ്രൂപ്പ് ആണ്. എവിടുത്തെ? n of t യിലെ. അത് കാര്യം ശ്രദ്ധിക്കണം. n of t യിലെ സൈലോപ്പി സബ്ഗ്രൂപ്പ് ആണ് p യും t യും. അങ്ങനെയെങ്കിൽ p യും t യും കോൺജുഗേറ്റ് ആവണം. അങ്ങനെ p യും t യും കോൺജുഗേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എന്ന് അറിയാം? ഒരു x കിട്ടും. x എവിടുന്ന് കിട്ടും? സാധാരണ g ന്ന് കിട്ടാറ്, ഇവിടെ n of t എന്ന് കിട്ടും. കാരണം n of t ന്റെ സൈലോപ്പി സബ്ഗ്രൂപ്പ് ആണ് ഇത് രണ്ടും. x belongs to n of t എന്ന് കിട്ടും. such that x belongs to n of t എന്ന് കിട്ടും. such that xt x inverse equal to p ആവണം. xt x inverse belongs to p ആവണം. പക്ഷെ നമുക്കറിയാം ഏത് x എടുത്താലും xt x inverse equal to p ആണ്. അത് എവിടുന്ന് കിട്ടി? നോക്കൂ, ഇതാ xt x inverse equal to t ആണ് for all x belongs to p. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കൂ, xt x inverse equal to p ആണ് for all x belongs to p. ഇത് x belongs to n of t യിലെ ഒരു മെമ്പർ എടുത്താൽ xt x inverse equal to p ആണ്. പക്ഷേ xt x inverse equal to p ആണ് for all x belongs to p യും. അപ്പൊ അവിടുന്ന് കിട്ടിയ എന്താ ചോദിച്ചാൽ n of t യിൽ ഏത് x എടുത്താലും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, p യിൽ ഏത് x എടുത്താലും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ n of t എന്തായേ പറ്റൂ? therefore n of t is equal to ഇതിപ്പോ തന്നെ പറയാനായിട്ടില്ല. അപ്പോ n of t യിലെ ഏത് x എടുത്താലും ഏത് x എടുത്താലും അല്ല, there exists an x, കാരണം p യും t യും കോൺജുഗേറ്റ് ആവണം. x belongs to n of t such that xt x inverse equal to p ആവും. പക്ഷെ നമുക്കറിയാം xt x inverse equal to p ആണ് for all x belongs to p. നോക്കൂ, xt x inverse എന്നാൽ വേറൊരു സൈലോപ്പി സബ്ഗ്രൂപ്പ് ആണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ xt x inverse വേറൊന്നല്ല കിട്ടുന്നത്. എന്തെന്നാ കിട്ടുന്നത്? അത് p തന്നെയാണ് കിട്ടുന്നത് എന്തെടുത്താലും. therefore എന്തായാ പറ്റൂ? t equal to p ആയേ പറ്റൂ. t equal to p ആയേ പറ്റൂ. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ LP യിലെ ഏത് t എടുത്താലും ആ t ആരായിട്ട് മാറുകയാണ്? അവസാനം t equal to p ആയിട്ട് മാറുകയാണ്. ഇനി വേറെ t എടുത്താലോ അതും p ആയിട്ട് മാറണം, വേറെ t എടുത്താലോ അതും p ആയിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ LP യിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ആകെ ഒരൊറ്റ മെമ്പർ മാത്രമേ ഉള്ളൂ, p മാത്രം. therefore
LP equal to mod LP is equal to 1 എന്ന് കിട്ടി. mod LP is equal to 1 കിട്ടിയാൽ കംപ്ലീറ്റ് ആയില്ലേ? നോക്കൂ, mod LP is equal to 1 ആണെങ്കിൽ ഇങ്ങനെ ആവൂലേ? NP congruent to 1 mod P എന്നാവൂലേ? അങ്ങനെ നമുക്ക് കിട്ടിയ അവസാനത്തെ ഇക്വേഷൻ എന്താ ചോദിച്ചാൽ NP congruent to 1 mod P എന്ന് കിട്ടി. ഇനി അതിന്റെ ബി പാർട്ട് ഉണ്ട്. ബി പാർട്ട് പറയണത്, അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർ ഫ്രം G ക്രോസ് L ൽ നിന്ന് L ലേക്ക് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. സ്റ്റാർ ഫ്രം G ക്രോസ് L ൽ നിന്ന് L ലേക്ക് ഡിഫൈൻഡ് ബൈ x star t equal to xt x inverse. തൊട്ട് മുമ്പ് ഡിഫൈൻ ചെയ്ത് എവിടുന്ന് അറിയോ? P ക്രോസ് L ൽ നിന്ന് L ലേക്കായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, G ക്രോസ് L ൽ നിന്ന് L ലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. Obviously this is a group action. അങ്ങനെയെങ്കിൽ നമുക്കറിയാം G ക്രോസ് X ൽ നിന്ന് X ലേക്ക് ഡിഫൈൻ ചെയ്താൽ നമുക്കൊരു Gx ഡിഫൈൻ ചെയ്യാൻ കഴിയില്ലേ? where x belongs to x. Gx എന്താ അറിയാലോ? അതുപോലെ ഇവിടെ എന്ത് ഡിഫൈൻ ചെയ്യാൻ അറിയോ? നമുക്ക് ഒരു G, ഈ G പോലെ ഈ G Lത്തെ മെമ്പർ, X ലെ മെമ്പർ ആണ് X. അതേപോലെ GT, Lത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ T ഗ്രൂപ്പുകളാണ്. അതിലെ ഒരു ആള് T, GT ഡിഫൈൻ ചെയ്യാൻ പോവാണ്. GT is equal to set of all S belongs to L such that T related to S. നമുക്കറിയാം Gx എന്ന് പറഞ്ഞ ആരായിരുന്നു? Gx എന്ന് പറഞ്ഞ set of all Y belongs to X such that Y related to X ആയിരുന്നു. അതുപോലെ GT എന്നാൽ അല്ലെങ്കിൽ X related to Y എന്നും പറയാം. GT എന്നാൽ set of all S belongs to L such that T related to X. S. Therefore, that is equal to set of all S belongs to L such that T related to S എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? There exists some for some X belongs to G for some X belongs to G such that X star T equal to S ആവണം. GT എന്ന് പറഞ്ഞാൽ set of all S belongs to L such that T related to S. That is set of all S belongs to L such that X star T equal to S ആവണം for some X belongs to G. ഇവിടെ ഞാൻ X Gത്തെ മെമ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ G ആയിട്ട് എടുക്കാറ്, സ്മോൾ ലെറ്റർ G ആയിട്ട് എടുക്കാറ്. ഞാൻ ഇവിടെ X ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. That is equal to set of all S belongs to L such that xt X inverse equal to S for some X belongs to G. That is equal to L. ശരിയല്ലേ? അഥവാ അവർ ഉദ്ദേശിക്കുന്നത് ടീന്റെ എല്ലാ കോൺജുഗേറ്റുകളും എടുത്താൽ ഇപ്പൊ നമുക്ക് G എന്നുള്ള ഇത് ഗ്രൂപ്പ് ആണെന്ന് വിചാരിച്ചോ, ഇത് T ആണെന്ന് വിചാരിക്കും. ടീന്റെ എല്ലാ കോൺജുഗേറ്റ് പറയുമ്പോൾ ഇതൊരു കോൺജുഗേറ്റ് ആണ്, ഇതൊരു കോൺജുഗേറ്റ് ആണ്, ഇതൊരു കോൺജുഗേറ്റ് ആണ്, ഇതൊരു കോൺജുഗേറ്റ് ആണ്, എല്ലാവരും വന്നില്ലേ? അപ്പൊ അത് എല്ലായി മാറിയില്ലേ? L എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ P സബ് ഗ്രൂപ്പ്, Tയും ഒരു P സബ് ഗ്രൂപ്പ് ആണ്. ആ P സബ് ഗ്രൂപ്പിന്റെ എല്ലാ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വന്നു. Therefore L തന്നെയാണ്. Therefore എന്താ കിട്ടിയറിയോ? GT is equal to L എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, GT is equal to L എന്ന് കിട്ടിയ അവസ്ഥക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്താ അറിയാറിയോ? We know that mod GT എന്ന് പറഞ്ഞാൽ that is equal to GT അല്ലേ? നമുക്കറിയാം GX equal to mod GX equal to GX ആയിരുന്നു. അതുപോലെ mod GT is equal to GGT ആണ്. അങ്ങനെയാണെങ്കിൽ that is equal to order of G by order of GT അല്ലേ? That is equal to order of GT അല്ലെങ്കിൽ mod GT. കാരണം ഓർഡർ എന്ന് പറയുമ്പോൾ സാധാരണ ഗ്രൂപ്പിനാണ് പറയാറ്. അപ്പൊ mod GT is equal to order of G by order of GT അല്ലേ? ഓക്കെ, തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയ എന്താ? mod GT എന്ന് പറഞ്ഞാൽ that is equal to mod L ആണ്. ഇതാ ശരിയല്ലേ? mod GT എന്ന് പറഞ്ഞാൽ
മോഡ് ജി ടി is equal to L ആണ്. അഥവാ മോഡ് ജി ടി is equal to മോഡ് L ആണ്. മോഡ് ജി ടി is equal to L ആണ്. അങ്ങനെയെങ്കിൽ അപ്പോൾ ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡ് എൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. മോഡ് എൽ ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് ജി ടി എന്ന് കിട്ടി. അഥവാ ഓർഡർ ഓഫ് ജി ടി is equal to ഓർഡർ ഓഫ് ജി തിരിച്ചെഴുതാം. Therefore ഓർഡർ ഓഫ് ജി ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ടി ഇൻറ്റു മോഡ് എൽ എന്ന് എഴുതാം. അഥവാ ഓർഡർ ഓഫ് ജിന്റെ ഒരു ഡിവൈസർ ആണ് മോഡ് എൽ. അഥവാ മോഡ് എൽ ഈസ് എ ഡിവൈസർ ഓഫ് ഓർഡർ ഓഫ് ജി. മോഡ് എൽ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്ന് കിട്ടി. അഥവാ എന്താ മോഡ് എൽ? എല്ലാ സൈലോപ്പി സബ് ഗ്രൂപ്പുകളും NP divides order of G. NP divides order of G. Okay.